നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ഹരികൃഷ്ണൻ, 30 വയസ്സ്, 174 സെന്റിമീറ്റർ ഹൈറ്റ്, 75 kg വെയിറ്റ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, തൃശ്ശൂർ സെറ്റിൽഡ് ആണ്. പൂയം നക്ഷത്രം. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ MCOM പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെന്നൈയിൽ വളരെ പ്രശസ്തമായ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ ഗോപകുമാർ, അമ്മ സുജാത. അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു ട്വിൻ ബ്രദറുണ്ട്. ഇവർ ട്വിൻസാണ്. ട്വിൻസിൽ ഒരാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. അപ്പോൾ ഇവർ താമസിക്കുന്നത് തൃശ്ശൂരാണ്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ചെന്നൈയിൽ. അപ്പോൾ ആർക്കെങ്കിലും പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിച്ചു കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങൾ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മിക്കവാറും വിവാഹം നോക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത്, വീട്ടിൽ വിവാഹപ്രായം എത്തിയ കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കാണുന്നൊരു കാഴ്ച, അച്ഛനമ്മമാർ വളരെയധികം ആവശ്യമില്ലാതെയും വറിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാറ്റിനും ഒരു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആകെ ഒരു വറീഡാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, വിവാഹം നോക്കുന്ന കുട്ടിയുമായി രക്ഷിതാക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പല വീടുകളിൽ കാണുന്ന കാഴ്ച, കുട്ടികളുമായിട്ട് അച്ഛനമ്മമാർ സംസാരിക്കില്ല. അവരുടെ വിവാഹമാണ്, അവരുടെ വിവാഹത്തിനെ പറ്റി അവരോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പം ചിലർ പറയും നമുക്ക് ബാംഗ്ലൂർ തന്നെ വേണം, ചിലർ പറയും നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, അറ്റ്ലീസ്റ്റ് ഇന്ന ഹൈറ്റ് വേണം, ഇന്ന വെയിറ്റ് വേണം. ഇതൊക്കെ കുട്ടികൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ നോക്കുന്ന സമയത്ത്, അതായത് ആൺകുട്ടിക്ക് പെൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് ആൺകുട്ടിയാണ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം നന്നായിട്ട് വിവാഹപ്രായം എത്തിയ കുട്ടിയുമായി നന്നായി സംസാരിക്കുക. ആദ്യം ചെയ്യേണ്ട ജോലി. രണ്ടാമത്, നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ തറവാട്ടിലുള്ള അമ്പലം. ഇപ്പം അമ്മ വീട്ടിലത്തെ തറവാടിൻ്റെ ഉള്ളിലൊക്കെ പല ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എന്താണ് എഴുതി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരാൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പലരും ഒരു വഴിപാട് ഒരുക്കുന്ന പോലെയാണ് മിക്കവാറും പ്രൊഫൈലുകൾ ഉണ്ടാക്കാറ്. അത് പോരാ. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്ര രൂപയാണ് ശമ്പളം, ഏത് ലൊക്കേഷനാണ്, ഏത് കമ്പനിയിലാണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ എഴുതണം. അതിനുശേഷം ജാതകത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. ജാതകത്തിൻ്റെ വിവരങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ എഴുതരുത്, പാകത്തിന് എഴുതിയാൽ മതി. നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ വലിയ കാര്യമായി. പലരും ദോഷം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പക്ഷെ അതൊന്നും ആവശ്യത്തിൽ കൂടുതൽ എഴുതി മറ്റുള്ളവർക്ക് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഫൈൽ ആവരുത്. അപ്പോൾ പ്രൊഫൈൽ നന്നായിട്ട്, പിന്നെ ഹൈറ്റ്, വെയിറ്റ്, അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ തറവാട്, ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും, സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ ഡീറ്റെയിലുകൾ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ എഴുതുക. പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജോലിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചെങ്കിലും പ്രൊഫൈലുകൾ നിങ്ങൾക്ക് വലിയ അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മാട്രിമോണിയൽ സൈറ്റാണെന്ന് വിശ്വസിക്കുക.
ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് ആ മാട്രിമോണി സൈറ്റ് ചെയ്യുക, എത്ര രൂപ വാങ്ങിക്കും, കല്യാണം കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ വാങ്ങിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ അന്വേഷിക്കണം. അതിന് ശേഷം അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫൈലുകളൊക്കെ അയച്ചു തരാൻ തുടങ്ങും. ഈ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫൈലിലെ കുട്ടിയുടെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടി നിങ്ങൾ മക്കളെ കാട്ടുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ ഫർദർ വർക്ക് ഡിസ്കഷനിലേക്ക് പോവുക. നല്ല രീതിയിൽ സംസാരിച്ച് മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പെൺകുട്ടിയും ആൺകുട്ടിയും അവരവരുടെ വാട്സാപ്പ് നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യണം ആദ്യം. എന്നിട്ട് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ചാടി കയറി പെണ്ണ് കാണാൻ പോകരുത്. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അവർ പുറത്ത് വെച്ചൊന്ന് കണ്ട് ഒന്നും കൂടെ ഒക്കെ നന്നായി സംസാരിക്കാൻ ശ്രമിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സംസാരിക്കുമ്പോൾ കറന്റ്ലി വല്ല ലവ് അഫെയർ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. രണ്ടാമത്തെ കാര്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ അമ്മ, അവരുടെ എഡ്യൂക്കേഷൻ, സഹോദരങ്ങളുടെ എഡ്യൂക്കേഷൻ, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞ് അടുത്തത് മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും ചോദിക്കണം, മെഡിസിൻ കഴിക്കുന്നുണ്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങോട്ട് പറയുക, ഞാൻ കഴിക്കുന്നില്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക. അത്രയും ട്രാൻസ്പെറൻ്റ് ആവണം ഈ കാര്യങ്ങൾ. അതിനുശേഷം അമിതമായ വല്ല ലോണുകൾ അല്ലെങ്കിൽ ബാങ്കിൽ എത്ര EMI മാസം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. നാളെ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒന്ന്, കറന്റ്ലി വല്ല ലവ് അഫെയർ ഉണ്ടോ. രണ്ടാമത്തെ കാര്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ. നാലാമത്തെ കാര്യം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ. അഞ്ചാമത്തെ കാര്യം വല്ല ലോണുകളും, അമിതമായ വല്ല ലോണുകളും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം ഇവർ ഫിസിക്കലി പുറത്ത് വെച്ച് കണ്ടതിന് ശേഷം മാത്രമാണ് പെണ്ണ് കാണ ചടങ്ങിന് പോകാവൂ. പെണ്ണ് കാണ ചടങ്ങിനൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 99% ഓക്കെ ആയതിനു ശേഷം മാത്രം പോയാൽ മതി. അല്ലെങ്കിൽ ആ പണിക്ക് പോവാതിരിക്കലാണ് നല്ലത്. അതൊരു ഭയങ്കര ബോറൻ പരിപാടിയാണ്, ഉള്ള കാര്യം പറയാലോ. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം പെണ്ണ് കാണ ചടങ്ങിന് പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ ഫർദർ മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണങ്ങൾ, റിട്ടയർഡായിരിക്കുന്ന അച്ഛനമ്മമാർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദമ്പതിമാർക്ക് ഒരു നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇല്ലെങ്കിൽ ഏത് സമയവും ഇവർ വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതുമ്പിലൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടാവും. അതെല്ലാം പിന്നേക്ക് വലിയ വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പോൾ കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നല്ല ബന്ധം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.